നമസ്കാരം. ഞാൻ മോഹനകൃഷ്ണൻ കളത്തിൽ. എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ പേപ്പർ കിട്ടിയപ്പോൾ കണ്ടൊരു വാർത്ത, റെസ്റ്റോറൻറ്റുകളിൽ ബീർ വിൽക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നല്ല കാര്യം, നടക്കട്ടെ. എനിക്ക് ഓർമ്മ വന്നു എൻ്റെ ചെറുപ്പത്തിൽ, എനിക്കൊരു 10-12 വയസ്സ്, എൻ്റെ 15 വയസ്സിന് മുമ്പുള്ള ഒരു കാര്യങ്ങളാണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് വീട്ടിലൊക്കെ പണിക്ക് വന്നതിന് സ്ഥിരമായിട്ട് പണിക്ക് വരുന്നൊരു പൊഞ്ചുളനുണ്ട്. പൊഞ്ചുളൻ നല്ല അധ്വാനിയാണ്, അതുപോലെ നല്ല മദ്യപാനിയായിരുന്നു. കിട്ടുന്ന പൈസ നല്ലൊരു ശതമാനം കുടിച്ച് തീർക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ഹോബി. എന്നും രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നത് ഭാര്യ പാരിയുടെ വഴക്ക് കേട്ടിട്ടാണ്. എഴുന്നേൽക്കാനായില്ല എന്ന് ചോദിച്ച് ചീത്ത അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പെറുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാവും, കാരണം സഹിക്കാൻ വയ്യാണ്ട്. അങ്ങനെ അതും പിന്നെ ഓലേൻ്റെ ഇടയിൽ കൂടി ഉള്ള സൂര്യപ്രകാശം കാണുമ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് ചാടി പിടിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ രാവിലെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ചെരുപ്പ് കാണുന്നില്ല. ഒരു ചെരുപ്പേ ഉള്ളൂ, ഹവായിയുടെ ഒരു ചെരുപ്പുണ്ട്, ഒരു ചെരുപ്പ് കാണുന്നില്ല. ഇരുന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെറിയൊരു ഓർമ്മ വരിക. രാത്രി ശങ്കരമുത്തൻ്റെ വീടിൻ്റെ ഇടവഴി കൂടി പോകുമ്പോൾ ചെളിയിൽ പോയോ എന്നൊരു സംശയം. എന്തായാലും കുറച്ച് കൊണ്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യണം. വീടിൻ്റെ മുന്നിൽ കൂടി ഒഴുകുന്നതാണ് കുണ്ടരഞ്ഞിപ്പുഴ. കുണ്ടരഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ആ പുഴയുടെ വക്കത്താണ് ഇവർ പൊഞ്ചുളനും ചാതിയും തൊത്തൊക്കെ താമസിച്ചിരുന്നത്. ഇന്നത്തെ പോലെ അന്ന് കക്കൂസും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കഴിച്ചിരുന്ന് നടത്തിയിരുന്ന് പുഴവക്കത്ത് വെച്ചിട്ടായിരുന്നു. പുഴയ്ക്കാണ് നടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, കാരണം കാലിൻ്റെ അടിയിൽ മൊത്തം മുളയാണ്. നല്ല മഞ്ഞ് കാല, ഇതുപോലെ ഒന്നല്ല. ഒരു 45 കൊല്ലം മുമ്പുള്ള വയനാട് എന്ന് പറഞ്ഞാൽ രാവിലെ 12 മണിയെങ്കിലാവണം ഒന്ന് സൂര്യൻ കാണണമെങ്കിൽ. ആ ഒരു കാലാണ്. അങ്ങനെ എങ്ങനെയായാലും തട്ടിമുട്ടിയിട്ട് അദ്ദേഹം രാവിലത്തെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിച്ച് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പും തിരഞ്ഞ് പോവുകയാണ്. ഈ ശങ്കരമുത്തൻ്റെ ഇടവഴിയിൽ ചെന്ന് തിരഞ്ഞ് നോക്കുമ്പോൾ ചെളിയിൽ അവിടെ കിടക്കുന്നുണ്ട്. കാരണം അതൊക്കെ ചെളിയൊക്കെ എടുത്ത് ചെരുപ്പൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഇന്നെന്തായാലും നല്ല രീതിയിലാവാമെന്ന് വിചാരിച്ച് വെക്കുമ്പോഴാണ് കൂട്ടുകാരൻ തൊത്തയും ചാതിയും കറുപ്പനും എല്ലാവരും കൂടി വന്നിട്ട് പറയും, വാടാ നമുക്കവിടെ ജാനകിയെടുത്തിനകത്ത് പോവാം, 2 ഉറുപ്പിക ഞാൻ മേടിച്ചാലാന്ന് പറയണത്. അതുവരെ രാവിലെ വീട്ടിൽ പാറീനോട് പറഞ്ഞ കാര്യങ്ങളും വാക്കൊക്കെ മാറ്റി വീണ്ടും പോവുകയാണ്. വീണ്ടും പോയി എപ്പം കഴിച്ചു എന്നറിയില്ല, എത്ര കഴിച്ചു എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. പിന്നെയും ഉണരുന്നത്, ബോധം വരുന്നത് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ കിടക്കുമ്പോൾ ഭാര്യ പാറിയുടെ വഴക്ക് കേട്ടിട്ടാണ്. അതായിരുന്നു പൊഞ്ചുളൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ കുണ്ടറങ്ങിപ്പുഴയും പൊഞ്ചുളൻ്റെ വീടുകളൊക്കെ ആ കുണ്ടറങ്ങിപ്പുഴ സ്വയം ഇല്ലാതായതല്ല. ഞങ്ങളെ വയനാട്ടിൽ നെല്ലാർച്ചാലിൽ വാടവറ്റ വന്ന സ്ഥലത്ത് കാരാപ്പുഴ ഡാം വന്നതിന് ശേഷം കാരാപ്പുഴ ഡാം ഞങ്ങളുടെ കുണ്ടറങ്ങിപ്പുഴയൊക്കെ വിഴുങ്ങി. കുണ്ടറങ്ങിപ്പുഴ കാരാപ്പുഴ വിഴുങ്ങിയാലും അതിൻ്റെ പരിസരത്ത് ഇപ്പോൾ പൊഞ്ചുളനും പാറിയുടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇതാണെന്ന് എനിക്ക് രാവിലെ ഓർമ്മ വന്നത്. എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നടത്തട്ടെ. നന്ദി, നമസ്കാരം.